ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ജമ്മു കാശ്മീർ അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമങ്ങളിൽ ശക്തമായ ഏറ്റുമുട്ടൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിൽ പെടുന്ന വിവിധ ഇടങ്ങളിലും ഏറ്റുമുട്ടൽ നടക്കുന്നു. ഒപ്പം തന്നെ ഇന്നലെ രാത്രിയിൽ നടന്ന ഏറ്റുമുട്ടൽ ഒരു ഭീകരൻ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആ ഭീകരൻ പാക് പൗരനാണ് എന്ന ഒരു സ്ഥിരീകരണം ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ജമ്മു കാശ്മീർ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആനന്ദ് ജെയിനാണ് ഈ വിവരം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സൈന്യവും ഭീകരന്മാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ 2 സാധാരണ പൗരന്മാർക്ക് പരിക്കേറ്റതായിട്ടുള്ള വിവരവും പുറത്തുവരുന്നു. അതിർത്തിക്ക് സമീപമുള്ള ഗ്രാമത്തിലാണ് ചാറ്റാർഗാല എന്ന് പറയുന്ന പ്രദേശത്താണ് ശക്തമായ ഒരു ഭീകരാക്രമണം. ഇത് ഒരുപക്ഷെ അതിർത്തി കടന്നും ഇന്ത്യ പോകുമോ എന്നുള്ള ഒരു അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ആശങ്കയ്ക്ക് ആക്കം കൂട്ടുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കാരണം സൈന്യം ഇന്നലെ മുതൽ തന്നെ വലിയ തിരിച്ചടി നൽകി തുടങ്ങിയിരുന്നു. ഈ ഭീകരരെ 4 ഭീകരർ ഒരു വീട്ടിലേക്ക് ഒളിച്ചിരിക്കാനായി കടക്കുമ്പോഴേക്കായിരുന്നു ഒരു ഭീകരനെ വധിച്ചത്. ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിലും വീട് വളഞ്ഞുള്ള ഏറ്റുമുട്ടലും തുടരുന്നു. ഇന്ന് പുലർച്ചെയും ഒരു ഭീകരൻ കൊല്ലപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ 2 ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏതായാലും കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസുകൾ കൂടുതലായി കിട്ടാണ്ട് ഏതായാലും ഗാസയെ പറഞ്ഞ് വിലപിക്കുന്നവർ ഇല്ലെങ്കിൽ റാഫയെ പറഞ്ഞ് വിലപിക്കുന്നവർ ജമ്മു കാശ്മീരിലെ ഈ റിയാസിയിലെ കൂടി ഒന്ന് നോക്കണം. പിഞ്ചുകുട്ടികൾ ഉൾപ്പെടെ 10 പേരെ കൊലപ്പെടുത്തിയ ഭീകരർക്ക് ഈ രാജ്യം ഒരിക്കലും മാപ്പ് നൽകില്ല. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.